ഇപ്പോൾ നിയമസഭാ മാർച്ച് യൂത്ത് ലീഗിന്റെ സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധിയിലാണ് മാർച്ച് നടക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പോലീസ്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി, PK ഫിറോസ് തുടങ്ങിയ നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നു. നേതാക്കൾ മടങ്ങിയതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ചു മുന്നേറാൻ ശ്രമിക്കുകയാണ്. ഇത് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ പ്രകടനത്തിൽ, നിയമസഭാ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ അൻസാർ, ഇതിപ്പോൾ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷെ ആരും പിരിഞ്ഞു പോകുന്നില്ല. പോലീസിന് നേരെ വടികളൊക്കെ എറിയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുമോ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ ഒരു സംഘർഷാവസ്ഥ ഇവിടെയുണ്ട്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ഈ ബാരിക്കേഡ് മറിച്ചിടാനായി ശ്രമിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ നേതാക്കന്മാർ സംസാരിക്കുന്ന സമയമായിരുന്നു. അതിന് പിന്നാലെ വീണ്ടും അവർ ഒരു സംഘർഷത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ഈ ചെരുപ്പും അതുപോലെ തന്നെ കമ്പും കൊടിയും ഉൾപ്പെടെ ഈ പോലീസിന് നേരേക്ക് വലിച്ചെറിയുന്നൊരു ഒരവസ്ഥ, ഒരു സാഹചര്യം ഈ പ്രവർത്തകരുടെ ഒരു രീതി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. വീണ്ടും പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയാണ്. അതായത് വീണ്ടും ഇവർ തള്ളിക്കയറാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഈ പോലീസിന് നേരെ ചെരുപ്പ് ഉൾപ്പെടെ എറിയുന്നൊരു സാഹചര്യം ഈ സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പിന്നാലെ ബാരിക്കേഡ് കൂടി മറിച്ചിടാൻ ശ്രമിച്ചതാണ് വീണ്ടും രണ്ടാം തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. കാര്യം ഈ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ സമരവുമായി മുന്നോട്ട് വന്നത്. വലിയ ശക്തമായ പ്രതിഷേധം അവർ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലപ്പുറത്ത് ഏതാണ്ട് 30,000 സീറ്റുകൾ ലഭിക്കാതെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്നാൽ മന്ത്രി അത് നിഷേധിക്കുന്നു. അത്തരത്തിൽ മന്ത്രിയുടെ ഈ സമീപനം ഒരിക്കലും തുടർന്നു പോകാൻ കഴിയില്ല. ഇന്നത്തെ ചർച്ചയിൽ അതിനൊരു തീരുമാനമായില്ലെങ്കിൽ, അല്ലെങ്കിൽ സീറ്റ് വർധനവിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അത് വലിയ സമര രീതിയിലേക്ക് അനിശ്ചിതകാല സമരത്തിലേക്കൊക്കെ പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ഇവിടെ സംസാരിച്ച PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തകരോട് പറഞ്ഞത്. അത് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ വലിയ ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം മുഖ്യമന്ത്രിക്ക് നേരെയും നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനമുണ്ടായി. അതായത് മുഖ്യമന്ത്രിക്ക് അഖിൽ ഷാ, ഈ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഉദ്ഘാടന പ്രസംഗം നടത്തി മടങ്ങിയതിന് പിന്നാലെയാണോ ഈ ബാരിക്കേഡ് ഭേദിച്ച് നിയമസഭയ്ക്കകത്തേക്ക് അല്ലെങ്കിൽ നിയമസഭാ വളപ്പിലേക്ക് നീങ്ങാൻ പ്രവർത്തകർ ശ്രമിച്ചത്? അതാണോ ഇപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്? അപ്പോൾ ആ മറുഭാഗത്ത് പോലീസിന്റെ നീണ്ട ഒരു നിര നമുക്ക് കാണാം. ആ വലയം ഭേദിക്കാൻ ഇപ്പോഴും പ്രവർത്തകർ ശ്രമിക്കുകയാണോ? തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് ആദ്യഘട്ടത്തിൽ ഈ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ, PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇവർ ഈ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെയാണ്, അതായത് നേതാക്കന്മാരൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പോലീസിന്റെ ഒരു പ്രകോപനപരമായ രീതിയിലേക്ക് സമരക്കാരും പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. ഇപ്പോൾ അതിനുശേഷം ഈ പോലീസിന് നേരെ കമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഈ ജലപീരങ്കിയിലേക്ക് കല്ലുൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തെറിയുന്നൊരു രീതിയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ഈ ബാരിക്കേഡുള്ള സ്ഥലത്ത് നിന്ന് പ്രവർത്തകർ മാറി നിൽക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ നിയമസഭാ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ അധിക ബാച്ച് അനുവദിച്ച് പ്രശ്നപരിഹാരം വേണം എന്നതാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അക്കാര്യത്തിൽ സർക്കാർ അനുകൂല തീരുമാനം എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ മാർച്ച് നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നേതാക്കൾ മടങ്ങിയതിന് പിന്നാലെ പോലീസ് വലയം ഭേദിച്ച് നിയമസഭാ വളപ്പിലേക്ക് കയറാനുള്ള പ്രവർത്തകരുടെ നീക്കമാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞത്. ബാരിക്കേഡിന് പുറത്ത് പ്രവർത്തകർ അത് ഭേദിച്ചു മുന്നേറാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇതിനോടകം പല തവണ പോലീസ് ശക്തമായ ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പിന്നാക്കം പോയ പ്രവർത്തകർ വീണ്ടും മടങ്ങി വന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. നൂറുകണക്കിന് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുമായി, യുവജന സംഘടനകളെയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരത്തിലേക്ക് കടക്കുമെന്നാണ് യൂത്ത് ലീഗ് അറിയിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരം എന്നത് അധിക ബാച്ച് സ്ഥിരമായി അനുവദിച്ച് ആ തീരുമാനം ഉണ്ടാകണം. അതല്ലാതെ താൽക്കാലികമായ പരിഹാര മാർഗങ്ങളൊന്നും സ്വീകാര്യമല്ല
എന്നാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ SFIയും ഈ പ്രതിഷേധ പരിപാടിയിൽ മലപ്പുറത്ത് പങ്കെടുത്തിരുന്നു. SFIയുടെ സമരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് കുറെ കൂടി കടുത്ത സമരമാർഗങ്ങളിലേക്ക് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നീങ്ങുകയാണ്. പലയിടത്തും ഇന്ന് രാവിലെ നടന്ന പ്രതിഷേധ പരിപാടി സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇതിപ്പോൾ യൂത്ത് ലീഗിൻ്റെ നിയമസഭാ മാർച്ചാണ്. ആദ്യ 2 തവണ പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട്. വീണ്ടും പോലീസുമായി ഏതാണ്ട് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ജലപീരങ്കി ഒരിക്കൽ കൂടി പോലീസ് പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. പക്ഷേ ആരും പിരിഞ്ഞു പോകുന്നില്ല. ജലപീരങ്കിയെ നേരിട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡിന് സമീപം തന്നെ തുടരുകയാണ്. പിന്നാക്കം പോയിരിക്കുന്ന പ്രവർത്തകരോട് മടങ്ങി വരാൻ ഇതിനോടകം ഈ നേതാക്കളൊക്കെ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളിൽ കാണാം. പലതവണ പോലീസിന് നേരെ കമ്പ് വലിച്ചെറിയുന്നുണ്ടായിരുന്നു പ്രവർത്തകർ. ഇതുവരെ മറ്റ് പ്രതിരോധ മാർഗങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ തുരത്താൻ പോലീസ് ഇപ്പോഴും ശ്രമിക്കുകയാണ്. നിയമസഭാ പരിസരത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അഖിൽ ഷാ അൻസാർ ഒരിക്കൽ കൂടി ചേരുന്നു. അഖിൽ ഷാ അൻസാർ, ഇതിപ്പോൾ 2ഓ 3ഓ തവണ ഇതിനോടകം ജലപീരങ്കി വളരെ ശക്തമായി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആരും മടങ്ങിപ്പോകുന്നില്ല. അതിനുശേഷം വീണ്ടും പ്രവർത്തകർ അവിടേക്ക് തിരികെ വരികയും ഈ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണല്ലോ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് വിവരങ്ങൾ? പോലീസിന് കുറെ കൂടി കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമോ? വിജയകുമാർ, ഈ സമരം പ്രത്യേകിച്ച് ഈ നിയമസഭയിലേക്ക് തള്ളിക്കയറുന്ന ആ ഒരു സമര രീതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനവുമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ളത്. അത് ഇവർ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിയാൽ, വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയാൽ പോലീസിന് ഇതിൽ കൂടുതലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും ഇതുവരെ 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ശക്തമായ രീതിയിൽ തന്നെയാണ്. കാര്യം ഇത്രയധികം ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിൽ തന്നെ ഈ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു കാര്യം, ഈ കമ്പ് ഉൾപ്പെടെ, അതായത് ഈ കമ്പും അതുപോലെ തന്നെ കൊടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ പോലീസിന് നേരേക്ക് പോലീസ് നിരന്നിരിക്കുന്ന സ്ഥലത്തേക്ക് എറിയുന്നൊരു സമീപനം ഈ സമരക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഒപ്പം ചെരുപ്പ് ഉൾപ്പെടെ എറിയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇടയ്ക്കൊരു കല്ലും ഈ ജലപീരങ്കിയിലേക്ക് എറിയുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതുവരെ പോലീസ് മറ്റൊരു നടപടിയിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും ജലപീരങ്കി ഉപയോഗിച്ച് ഈ പ്രതിഷേധക്കാരെ തുരത്താനുള്ള ഒരു രീതിയിലേക്കാണ് പോലീസ് തുടരുന്നത്. പക്ഷേ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം ഈ ബാരിക്കേഡിൽ കമ്പും അതുപോലെ തന്നെ ചെരുപ്പൊക്കെ അതിനകത്തേക്ക് എടുത്തെറിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും പ്രവർത്തകർ ആ ഒരു സമീപനം സ്വീകരിച്ചു വരുന്നുണ്ട്. പോലീസ് വീണ്ടും ജലപീരങ്കി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മഴയും പെയ്യുന്നുണ്ട്. അതായത് നിയമസഭാ പരിസരത്താണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ സമരം ചെയ്യുന്നത്. ഇവിടെ മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ മഴയൊന്നും കാര്യമാക്കാതെ തന്നെ സമരം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രതിഷേധക്കാർ. നേരത്തെ കുറച്ചുപേർ ഈ ആദ്യഘട്ടത്തിൽ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ കുറച്ച് പ്രവർത്തകർ ഇവിടെ നിന്ന് മാറിപ്പോയിരുന്നെങ്കിലും അവരെ വീണ്ടും നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട് തിരിച്ച് വിളിച്ചു വരുത്തിയിരുന്നു. അവരുൾപ്പെടെയാണ് ഇപ്പോൾ നിലവിൽ ഈ ബാരിക്കേഡിന് മുന്നിൽ, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഈ ബാരിക്കേഡിന് മുന്നിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അഹിഷ, ഈ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ മാറ്റുന്നുണ്ട് ആ ബാരിക്കേഡിന് സമീപത്ത് നിന്ന്. ഒരു പക്ഷേ ഇന്ന് വിദ്യാർത്ഥികൾ സംഘടനകളും ഒക്കെയായി സർക്കാർ ചർച്ച നടത്തുന്ന പശ്ചാത്തലത്തിൽ പിരിഞ്ഞു പോകുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നത് തടയാൻ ഈ നേതാക്കൾ തന്നെ ഇടപെടുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരു തൽക്കാലത്തേക്ക് പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ, അതോ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് എല്ലാ പ്രവർത്തകരും കൂടെ നീങ്ങുകയാണോ? ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്തുനിന്ന് പ്രവർത്തകരെ മാറ്റുന്നത് കാണുന്നുണ്ട്. വിജയകുമാർ, ഇത് ആദ്യം ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവർ അറിയിച്ചിരുന്നൊരു കാര്യം, അതായത് ഇത് ഒരു തുടക്കമെന്നല്ല, അതായത് MSFന് ഒരു പിന്തുണ എന്നുള്ള വേണമാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗിന്റെ ഒരു സമരം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്ന് ഉച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി ഈ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ട്. അതൊരു വിശാലമായ ചർച്ചയായിരിക്കും. ആ ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, കൃത്യമായ കണക്കുകൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ബോധ്യപ്പെടുത്തും. ഈ ചർച്ചയിൽ അത്
ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് ഈ പ്രവർത്തകരെ മുഴുവൻ PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അവരുൾപ്പെടെ ഇടപെട്ട് ഈ സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് മറിച്ചിടുന്ന രീതിയിൽ നിന്ന് അവരെ പിന്നോട്ട് വരുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബാരിക്കേഡിൻ്റെ അവിടെ നിന്ന് മാറണം, ബാരിക്കേഡിൻ്റെ വശങ്ങളിൽ നിന്ന് മാറണം എന്നുള്ളൊരു നിർദ്ദേശം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുണ്ട്. എന്തായാലും തൽക്കാലത്തേക്ക് സമരം ഇത്തരത്തിൽ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും ഉൾപ്പെടെയുള്ളത്. എന്തായാലും ഇന്ന് നടക്കുന്ന ആ ചർച്ച വളരെ നിർണായകമാണ്. ആ ചർച്ചയിൽ കൃത്യമായ തീരുമാനങ്ങൾ മലപ്പുറത്ത്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സീറ്റിൻ്റെ കുറവുള്ളത് മലപ്പുറത്താണ്. ആ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം, സീറ്റ് വർധന ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഒരു തീരുമാനം സർക്കാർ എടുത്തില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ കടുപ്പിക്കും. വീണ്ടും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും. ഒപ്പം അനിശ്ചിതകാല സമരത്തിലേക്ക് ഉൾപ്പെടെ MSFും യൂത്ത് ലീഗും ഉൾപ്പെടെ നീങ്ങും എന്നുള്ള കാര്യമാണ് നിലവിൽ ഇവരുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിച്ചു. എന്തായാലും നിലവിൽ ഈ പ്രവർത്തകരൊക്കെ ഈ സമരരംഗത്ത് നിന്ന് പിന്നോട്ട് പോകുന്നുണ്ട്, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ്. അത് നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. യൂത്ത് ലീഗിന്റെ നിയമസഭാ മാർച്ചാണ്. രണ്ട് മൂന്ന് പ്രാവശ്യമായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ മറ്റു നേതാക്കൾ ഇടപെട്ട് അവിടെ നിന്ന് മാറ്റുകയാണ്. പ്രവർത്തകർ നിയമസഭാ പരിസരത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. മുതിർന്ന നേതാക്കളൊക്കെ അവിടെ ഇടപെട്ടിരുന്നു. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ, വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരമാർഗങ്ങളിലേക്ക് തിരിയും എന്ന് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അധിക ബാച്ച് അനുവദിക്കുന്ന പ്രഖ്യാപനം ഇന്നുണ്ടാകണം. താൽക്കാലികമായല്ല, സ്ഥിരമായി അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകണം. എല്ലാ വർഷവും ഈ +1 പ്രവേശന സമയത്ത് സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത് അനുവദിക്കില്ല. സ്ഥിരം പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. ആ സമരത്തിൻ്റെ ആ ചർച്ചയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കും. ഇതൊരു സൂചനയാണെന്നാണ് യൂത്ത് ലീഗ് നേതാക്കൾ അറിയിച്ചത്. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് ബാരിക്കേഡിൻ്റെ സമീപത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. തൽക്കാലം സമരം അവസാനിപ്പിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്.